കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ വീട് വാങ്ങിച്ചതും ആ വീടിൻ്റെ ഒരു ടൂറൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ സാധാരണ അമേരിക്കയിൽ എങ്ങനെയാണ് വീട് വാങ്ങിക്കുന്നത് അതൊക്കെയാണ് പറയണത്. ഇതാണ് നമ്മളിവിടെ വീട് മേടിക്കുമ്പോൾ സാമാന്യേന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് തീരുമാനിക്കണം. റിസർച്ച് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് അപ്പാർട്ട്മെൻ്റ് ആണോ? അപ്പാർട്ട്മെൻറ്റ് ഇവിടെ കോണ്ടോ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ ഫ്ലാറ്റുകളുണ്ടല്ലോ, ആ മോഡൽ പരിപാടി. പിന്നെ അല്ലെങ്കിൽ ടൗൺ ഹൗസ് ഉണ്ട്. ടൗൺ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കലി 3 നില അല്ലെങ്കിൽ 2 നില നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ സൈഡിലുള്ള ചുമര് വേറെ വീട്ടുകാരുടെ കൂടി ഷെയറിംഗ് ആയിരിക്കും. പിന്നെയുള്ളത് സിംഗിൾ ഫാമിലി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ സാധാരണ ഒരു വീട്, ഒരു പറമ്പ് അങ്ങനെയായിട്ടുള്ളത്. പിന്നെ മൾട്ടി ഫാമിലി ഉണ്ട്. ഇതുപോലെ ഒരു വീട് തന്നെയായിരിക്കും. പക്ഷേ ആ വീടിനകത്ത് 2-3 കിച്ചനും 2-3 എൻട്രൻസ് ഒക്കെ കാണും. സാധാരണ ആൾക്കാർ ഇങ്ങനത്തെ മൾട്ടി ഫാമിലി വീട് വാങ്ങിച്ചിട്ട് ഒരു സൈഡിൽ താമസിച്ചിട്ട് മറ്റേ സൈഡിൽ വാടകയ്ക്ക് കൊടുക്കും. പിന്നെ നമ്മൾ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിന് പ്രീ അപ്രൂവൽ മേടിക്കണം. ഈ മോർട്ട്ഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോൺ എന്ന് പറയുന്ന പേരാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ നമ്മൾ ഹയർ ചെയ്യും. ചിലവർ അങ്ങനെ കോൺട്രാക്ട് ഒന്നും വെക്കില്ല. പക്ഷേ ചിലവർ ഒരു കോൺട്രാക്ട് എഴുതും. ആ കോൺട്രാക്ട് കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏജന്റിനെ മാറ്റാട്ടോ. അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും ഏജന്റും കൂടെ വീടുകൾ നോക്കി കൊടുക്കും. സാധാരണ ഇവിടെ zillow.com അങ്ങനെയുള്ള സൈറ്റുകളിലാണ് നമ്മൾ നോക്കണേ. ഒരു വീട് കണ്ടിട്ട് നമുക്ക് ഓടിക്കയറി ആ വീട്ടിനകത്ത് കയറി നോക്കാനൊന്നും പറ്റില്ല. നമ്മൾ മുന്നേ കൂടി അപ്പോയിൻമെന്റ് എടുത്താലാണ് വീട്ടിൽ കയറി കാണാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ഓപ്പൺ ഹൗസ് വെച്ച് വിൽക്കും. ഓപ്പൺ ഹൗസ് വെച്ച് വീടാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കയറി കാണാം. അന്നേരം ചിലപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനെ കാണാൻ പറ്റിയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഏജന്റിനൂടെ കാണിക്കുള്ളൂ, ഉടമസ്ഥനെ കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട് വീട് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഓഫർ വയ്ക്കാം. ഈ വീട് നമ്മൾ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടേ. നാട്ടിൽ നമ്മൾ കരാർ എഴുതൂലേ, അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ ഓഫർ വയ്ക്കുക എന്ന് പറയുന്നത്. ഈ വിൽക്കണ ആള് ഓഫർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. പിന്നെ ഈ ഓഫർ വയ്ക്കുന്ന സമയത്ത് നാട്ടിൽ കരാർ എഴുതുമ്പോൾ പൈസ കൊടുക്കുമല്ലോ, അതേപോലെ നമ്മൾ പൈസ കൊടുക്കണം. ഈ അഡ്വാൻസ് കൊടുക്കാന്ന് പറയുമ്പോഴത്തേനും അത് നമ്മൾ ഈ വീടിൻ്റെ ഉടമസ്ഥന് കൊടുക്കണ്ട, അതിന് വേറെ കമ്പനികളുണ്ട്, അവിടെയാണ് നമ്മൾ കൊടുക്കണേ. പിന്നെ ഈ കരാർ എഴുതുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉൾപ്പെടുത്തണം. ആ വീടിനകത്ത് എന്തൊക്കെ എക്സ്ട്രാ സാധനങ്ങളുണ്ടെന്ന്. ഇപ്പോൾ ഫ്രിഡ്ജ്, ഓവൻ, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കും. അതുപോലെ എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ടെന്ന്, ചിലപ്പോൾ വീടിൻ്റെ പുറത്ത് ഒരു ഷെഡൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഷെഡൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കണം. സാധാരണ വീട് വിൽക്കുമ്പോൾ ആ വീടിനകത്തുള്ള ഫർണിച്ചർ ആരും അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷേ നമ്മൾ ഓണറെ സംസാരിച്ചിട്ട് ഓണറായിട്ട് എന്തെങ്കിലും ധാരണ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫർണിച്ചർ കൂടെ മേടിക്കാം. അങ്ങനെ വാങ്ങിക്കുമ്പോൾ ആ ഫർണിച്ചറിൻ്റെ ലിസ്റ്റും കരാറിൽ എഴുതി വെക്കണം. അമേരിക്കയാണ്, ആരും പറ്റിക്കില്ല എന്ന് വിചാരിക്കരുത്, പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഓഫർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കരാർ എഴുതുമ്പോൾ നമ്മൾ പറയും എന്നാണ് ഇതിൻ്റെ ക്ലോസിംഗ് നടത്താൻ പറ്റാന്ന്. ക്ലോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആധാരം എഴുതാൻ പറയും, തീറ് നടത്താന്ന് പറയില്ലേ, ആ പരിപാടിയാണ്. അതിനിടയിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് പഴയ വീടാണെങ്കിൽ നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യണം. അതേപോലെ ഈ ലോൺ അപ്രൂവ് ആയി കിട്ടണം. ഇപ്പോൾ ഇൻസ്പെക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിപ്പയർ വരികയാണ്, ആ റിപ്പയറിൻ്റെ പൈസ ഓണറുടെ അടുത്ത് നിന്ന് കുറച്ച് മേടിക്കാം. പിന്നെ ഈ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് ഇവിടെ കമ്പനികളുണ്ട് കേട്ടോ. കമ്പനികളിലകത്തുള്ള ആൾക്കാർ, അവർക്ക് ഇൻസ്പെക്ഷൻ ലൈസൻസ് ഒക്കെ ഉണ്ടാവും, അവരാണ് ചെയ്യുന്നത്. നാട്ടിലങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ ലെവലിൽ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കരാറിൽ നിന്ന് പിന്മാറാം. അതുപോലെ ലോൺ പാസ്സായാലും നമുക്ക് കരാറിൽ നിന്ന് പിന്മാറാം. അപ്പോൾ നമുക്ക് കൊടുത്ത ഈ അഡ്വാൻസ് പൈസ തിരിച്ചു കിട്ടും. അതല്ലെങ്കിൽ അഡ്വാൻസ് പൈസ പോകും. നാട്ടിലുള്ള പോലെ തന്നെയാണ്. പിന്നെ നാട്ടിലില്ലാത്തൊരു പ്രത്യേകത ഇവിടെ കണ്ടത്, നമ്മൾ ഈ കരാർ എഴുതുന്ന സമയത്ത് നമുക്ക് പറയാം 1-2 ആഴ്ച നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കരാറിൽ പിന്മാറുമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ കരാറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കുറച്ചൊരു സമയമുണ്ട്. കരാർ നമ്മൾ എഴുതി അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് വേറെ അഭിപ്രായം വരികയാണ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കാരണങ്ങളൊന്നും ബോധിപ്പിക്കാതെ തന്നെ നമുക്ക് കരാറിൽ പിന്മാറാം. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലോൺ കിട്ടി, ഇൻസ്പെക്ഷൻ പാസ്സായി. അത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസിങ്ങിന് പോവുക. ക്ലോസിംഗ് എന്ന് പറയുന്നത് നാട്ടിൽ തീറാധാരം നടത്താന്ന് പറയില്ലേ, ആ പരിപാടി. ഈ ആധാരം നടത്തുന്നത് ഇവിടുത്തെ ഒരു അറ്റോർണി കേട്ടോ. അതുപോലെ പൈസ നമ്മൾ നേരിട്ട് പാർട്ടിക്ക് കൊടുക്കുകയല്ല ചെയ്യണേ. നമ്മൾ ഈ അറ്റോർണിയുടെ ഓഫീസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അറ്റോർണിയാണ് വിൽക്കുന്നതിന് പൈസ കൊടുക്കണേ. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് കയറാം, പുതിയ വീട്ടിലോട്ട് കയറാം. ചിലവർ പറയും ഈ ആധാരം നടത്തി കഴിഞ്ഞിട്ടും അവർക്ക് ചിലപ്പോൾ 1 മാസം 2 മാസം കൂടെയും ആ വീട്ടിൽ താമസിക്കുന്നു പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ റെൻറ്റ് എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അത് സാധാരണ അങ്ങനെ വരാറില്ല, പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഹാപ്പി ആയിട്ട് പോകുന്ന കേസുകളാണ്. ഇപ്പോൾ നമ്മളൊരു ഓഫർ വയ്ക്കുകയാണ്, ഈ വീട് നമ്മൾ ഇത്ര പൈസയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അന്നേരം വീട്ടിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ആ വീട് പോയി. വീണ്ടും നമ്മൾ അടുത്ത വീട് കണ്ടുപിടിക്കണം. സാധാരണ ഈ വിൽക്കണവർ ഒന്നിൽ കൂടുതൽ ഓഫർ മേടിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോണില്ലാതെ മേടിക്കാൻ വരുന്ന ആളാണ് റെഡി ക്യാഷ്. അതല്ല, ചിലവർ പറയും ഇൻസ്പെക്ഷൻ ചെയ്യില്ല എന്ന് പറയും വീട്. അങ്ങനെയുള്ളവരുടെ ഓഫർ അവർ എടുക്കും, ബാക്കിയുള്ളവർ റിജക്റ്റ് ചെയ്യും. അതുപോലെ ഇൻസ്പെക്ഷനിൽ വലിയ കാര്യമായിട്ട് പ്രശ്നം കണ്ടു, അന്നേരം നമുക്ക് ഇതുപോലെ വീട് വേണ്ട. അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ ഡാമേജ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ ഡാമേജ് തീർക്കണമെങ്കിൽ കുറച്ചധികം പൈസ വേണമല്ലോ. അപ്പോൾ ആ പൈസ നമ്മൾ വിലയിൽ കുറയ്ക്കാൻ പറയും. വിൽക്കുന്ന ആളുകൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ തന്നെ ആ കച്ചവടം ഒഴിയും, വീണ്ടും നമ്മൾ അടുത്ത വീട് അന്വേഷിക്കണം.
ഈ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് കരാറ് കഴിഞ്ഞിട്ട് ഈ ലോൺ പാസ്സായി കിട്ടണമല്ലോ, ഈ ലോണിനാണ് ഇവിടെ മോർഗേജ് എന്ന് പറയുന്നത് കേട്ടോ. ആ വാക്ക് കണ്ട് തെറ്റിയിരിക്കരുത്. അപ്പോൾ ഈ മോർഗേജ് ബാങ്ക് തരണമെന്നുണ്ടെങ്കിൽ ബാങ്ക് വന്ന് നമ്മുടെ വീടിൻ്റെ അപ്രൈസ് നടത്തും. ആ വീടിന് ഈ പറഞ്ഞ വില ഉണ്ടോയെന്ന്. ആ വില ബാങ്ക് കണ്ടില്ലെങ്കിൽ ലോൺ പാസ്സാവില്ല എന്നറിയാലോ. അതല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് കണ്ട പൈസയും നമ്മൾ മേടിക്കാൻ പോണ പൈസയുടെ വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസം നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. ഈ ബാങ്ക് വഴി ലോൺ എടുക്കണം മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ആൾക്കാരുണ്ടാവല്ലോ, അവർ ഈ വീടിൻ്റെ പഴയ ആധാരങ്ങളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളും. വേറെ എന്തെങ്കിലും നൂലാമാലകളുണ്ടോ, വേറെ വല്ല അവകാശങ്ങളുണ്ടോ അതൊക്കെ അവർ ചെക്ക് ചെയ്തോളും. അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടുകാരുടെ സ്ഥലം എടുത്ത് വിൽക്കുന്ന ബിരുദന്മാരുണ്ട്. ഇഷ്ടംപോലെ ന്യൂസുകളും കാണാണ്ട് ഇവിടെ. ഞങ്ങൾ 2022 വീട് പഠിക്കുന്ന സമയത്ത് ഈ വിൽക്കുന്ന ആളാണ് ഏജന്റിന് കമ്മീഷൻ കൊടുക്കുക. പക്ഷേ കഴിഞ്ഞ കൊല്ലം എന്തൊക്കെ നിയമങ്ങൾ മാറിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഫീൽഡിൽ എക്സ്പെർട്ട് അല്ല, ഞങ്ങൾ വീട് വാങ്ങിച്ച സമയത്തുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് മാത്രം. അപ്പോൾ ഇവിടുത്തെ വീട് വാങ്ങാൻ പറ്റിയൊരു ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.